ഹലോ കൂട്ടുകാരെ, അബീ'സ്വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു ബോണ്ട ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. ബോണ്ട ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു പാത്രമെടുത്ത് അതിലേക്ക് 2 കപ്പ് മൈദാ മാവ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു അല്പം ഉപ്പ് ഒന്നൊഴിച്ചു കൊടുക്കാം. അതുപോലെ ഒരു നുള്ള് സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്, അതുകൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് ജീരകവും ഏലക്കായും കൂടെ പൊടിച്ചതാണ് പഞ്ചസാര ചേർത്ത്, അതുകൂടെ 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനിയും പഴമാണ് വേണ്ടത്. പഴം ഇവിടെ ഞങ്ങൾക്കൊരു കൊലയിൽ നിന്ന് കിട്ടിയതാണ്, അതുകൊണ്ട് കൊച്ചു പഴമാണ്. ഈ കൊച്ചു പഴമായതുകൊണ്ട് ഒരു 5-8 പഴം കൂടെ പൊളിച്ചിട്ട് കൊടുക്കാം. വലിയ പഴമാണെങ്കിൽ ഒരു 2 പഴത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇതിന്. അല്ല, ഇത് ചെറുതായതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പഴം ഇട്ട് കൊടുക്കുന്നത്. പഴമൊക്കെ ഇട്ട് കൊടുത്തു. നല്ല പഴുത്ത പാളയംകുടം പഴമാണ് ഇതിന് വേണ്ടിയത്. ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ വെള്ളം ആവശ്യമെങ്കിൽ വെള്ളവും കൂടെ ചേർത്ത് വേണം കുഴയ്ക്കാനായിട്ട്. കുറച്ച് വെള്ളം ഞാൻ ചേർക്കുക. അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാനിവിടെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുണ്ട്, ഈ ഒരു കൺസിസ്റ്റൻസിയാണ്. അതായത് നമ്മൾ തന്നെ ഇങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരണം, ഈ ഇത്രയും ലൂസാണ് വരേണ്ടത്. ഇനി നമുക്ക് ഇതൊരു 3-4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. ബോണ്ട ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചു. അത് എണ്ണ ഒഴിച്ചു, എണ്ണ തിളച്ചു. ഇനി നമുക്ക് ഈ മാവ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. മാവ് ഇടേണ്ടത് ഇങ്ങനെ ഇങ്ങനെ ഓരോ ഇത് നമ്മുടെ കൈക്കകത്തൂടെ ഇങ്ങനെ പിഴിഞ്ഞിങ്ങോട്ടിടണം. ബോണ്ട നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ സമയത്ത് തീ ശകലം കുറച്ച് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് മൂത്ത് പോകും, ആകാൻ വേഗത്തില്ല. ഇതിങ്ങനെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ബോണ്ട ഇവിടെ മൂത്തിട്ടുണ്ട്. നമുക്കത് ഇനി ഒന്ന് കോരിയെടുക്കാം. ബാക്കിയുള്ള ഇതുകൂടി നമുക്ക് മാവ് കൂടി ഇതുപോലൊന്ന് ഉണ്ടാക്കിയെടുക്കാം. ബോണ്ട എല്ലാം ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. ഇത് കണ്ട നല്ല സോഫ്റ്റായിട്ടുള്ള ബോണ്ടയാണ്. ഇത് നമ്മുടെ കാപ്പിക്കടകളിൽ കിട്ടുന്ന പോലത്തെയുള്ള ബോണ്ടയാണ്. അപ്പം ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ അതുപോലെ ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടൂടെ ചെയ്യണം. താങ്ക് യു.